പണി ചെറുതായിട്ടൊന്ന് പൊളിപ്പോയി. ആരും പിടിക്കണ കൈയൊന്ന് ജസ്റ്റ് പൊള്ളി ഇവിടെയും ഇവിടെയും. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ ഒരു 11:30 സംതിങ് ഒക്കെ ആയിട്ടുണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാലില്ലേ, രാവിലെ എനിക്ക് തിരക്കിട്ട ജോലിയായിരുന്നു. രാവിലെ അനിയന്മാരും ഓരോ വർക്കിനൊക്കെ ആയിട്ട് പോകുന്നതും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് ചായ ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഞാൻ ബിസി ആയിപ്പോയി ഗൈസ്. അതിന് ശേഷം 10 മണിക്ക് എനിക്കൊരു ക്ലാസ്സും കിട്ടി. ഒരു ക്ലാസ് ഉണ്ടായിരുന്നു 11:30 വരെ. അപ്പോൾ 11:30 വരെ ഞാൻ അതിൽ ബിസിയായി. അലക്ക് നടന്നില്ല ഗൈസ്. എല്ലാം മൊത്തത്തിൽ ഞാനങ്ങ് എൻ്റെ എപ്പോഴുള്ള ഡെയിലി റുട്ടീനെല്ലാം അങ്ങ് തെറ്റി. ഇപ്പം ചോറാവേണ്ട സമയമായി, ചോറൊന്നും ആയിട്ടില്ല. ചായ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലാസ്സിന് കയറിയതാണ്. ഞാൻ പോലും ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കണം. അപ്പോഴത്തേ ഞാൻ അച്ഛൻ്റെ പണിക്കിടുന്ന ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അത് അലക്കിടാൻ പറ്റണേ. എന്നോട് മറന്നുപോയതല്ല ഗൈസ്, ക്ലാസ്സിന് കയറിയോണ്ട് എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം ഞാനിപ്പം അലക്കി. ഇവനാണെങ്കിൽ ചൂട് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതാ കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ വേറൊന്നുമല്ല, ഞാൻ കുളിപ്പിക്കുന്ന നേരത്ത് ഇവൻ നിന്നേരില്ല. കയറ് എനിക്ക് കെട്ടിയിടണം. അച്ഛനാണെങ്കിൽ അച്ഛൻ പറയുന്ന പോലെ നിന്നു കൊടുക്കും കുളിപ്പിക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ചൂട് കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയും നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒക്കെ ഡൗൺ ആയിട്ടുണ്ട് ആളൊന്ന്. അപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കാൻ തിരിച്ചു മേല് ഫുള്ളൊന്ന് നനച്ചു കൊടുത്താൽ കുറച്ച് ആശ്വാസം ഉണ്ടാവില്ല. ഇവർക്ക് ഭയങ്കര ചൂടായി. ഇപ്പോൾ ഇരിക്കുന്നിടത്ത് പോലും എനിക്ക് പോലും ചൂട് നല്ല കേൾക്കുന്നുണ്ട്. എൻ്റെ ചോറുണ്ടാക്കണം ഗൈസ്. ഇന്നിവിടെ കറണ്ടില്ല. 7 മണിക്ക് പോയ കറണ്ടാണ്. 1 മണി കഴിഞ്ഞിട്ട് കറണ്ട്, 1 മണിയാവുമ്പം കറണ്ട് വരുന്നതാണ്. കാരണം മഴക്കാലം തുടങ്ങിയല്ലേ, ജൂൺ ആകുമ്പോഴത്തേക്കും ഈ ലൈനുമേലേക്ക് വീണിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവില്ലേ, കൊമ്പോ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടി മാറ്റുന്ന ആ ഒരു ഡേ ആണിന്ന്. KSEBന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. ഇന്ന് 7 മണി മുതൽ 1 മണി വരെ കറണ്ട് ഉണ്ടാവില്ല, 1 മണിക്ക് ശേഷമേ കറണ്ട് വരുമെന്ന്. അപ്പം കറണ്ടില്ല. ഫോണിൽ ചാർജ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നലെ മെസ്സേജ് ഇട്ട് എന്തോ ഭാഗ്യം കൊണ്ടുപോലും ഇന്നലെ മെസ്സേജ് അയച്ചുകൊണ്ട് നമ്മളിതൊക്കെ ചാർജൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്. ഇനി നമുക്ക് എൻ്റെ ഷുട്ടാപ്പീനെ കുളിപ്പിക്കാം ഗൈസ്. കുളിപ്പിച്ചതിന് ശേഷം ചോറുണ്ടാക്കണം. എൻ്റെ ശുണ്ടരന് ചോറ് കൊടുക്കണം. അല്ലേ ശുണ്ടര, ഇങ്ങോട്ട് നോക്കൂ. ശുണ്ടര ഇങ്ങോട്ട് നോക്കൂ. ഇതാരാ ഇത്? ഇല്ല, ആള് ക്ഷീണത്തിലാണ് മെയിനായിട്ട്, കിതക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കട്ടെ. കുളിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ കൂടി കാണിക്കണോ ശുണ്ടര? അതിൻ്റെ കുളിസീൻ കാണണോ? വേണ്ട അല്ലേ? വേണ്ട കേട്ടോ ഗൈസ്, കുളിസീന് ഞങ്ങൾ കാണിച്ചില്ല. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. എന്നാ പോയി കുളിക്കാം ഗൈസ്. പറ, ഞാൻ പോയി കുളിക്കാന്ന്. ഇല്ല, പോവാ കേട്ടോ, അവൻ പോവാണേ. ഈ കയറ് ഞാൻ ഇപ്പോഴേ കെട്ടി വെച്ചതാ. അവൻ പോവുക കേട്ടോ ഗൈസ്. ആളിറങ്ങി, ഞങ്ങൾ പോയി കുളിച്ചിട്ട് വരുന്നു. ഷോമി കുളിച്ചിട്ട് വരുന്നു ഗൈസ്. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഫുൾ ഇരുട് പിടിച്ചിട്ടുണ്ട്. ഒരു പണിയും കഴിഞ്ഞിട്ടില്ല ഗൈസ്, എല്ലാ പണിയും ബാക്കിയാണ്. കഴുകാനുണ്ട്, ചോറ് വെക്കണം, എല്ലാം സെറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിക്കണം. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ചായ കുടിക്കട്ടെ, എന്നാലേ എനിക്ക് ഈ പണിയെടുക്കാൻ ഉച്ചിട്ടുണ്ടാവും. പിന്നെ ഷോമിക്ക് ഇത്തിരി ചോറ് കൊടുക്കണം. ചോറ് കുറച്ചുണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ എക്സ്ട്രാ ചോറ് വൈകുന്നേരത്തേക്ക് വെച്ചാൽ മതി. എനിക്കും ഷോമിക്കും കഴിക്കാനുള്ള ചോറ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പം ചോറ് കഴിക്കട്ടെ, അവന് ചോറ് കൊടുക്കട്ടെ, ഞാൻ രാവിലത്തെ ചായ കഴിക്കട്ടെ. കറികളും കുറച്ചുണ്ട്, ബാക്കി പണിയെടുക്കാനുണ്ട് ഗൈസ്. വെയിറ്റ്. പണി ചെറുതായിട്ടൊന്ന് പൊളിപ്പോയി. ആരും പിടിക്കണ കൈയൊന്ന് ജസ്റ്റ് പൊള്ളി ഇവിടെയും ഇവിടെയും. അരി എന്നതാ ചെയ്ത അരി ഇട്ടതായിരുന്നു. അന്നേരം വെള്ളം നല്ലോണം തിളച്ചത് കൊണ്ട് കയ്യിലേക്ക് എടുത്തങ്ങ് തീർച്ച് പൊള്ളി ഗൈസ്. പണി വേളി. വൈകുന്നേരം അച്ഛൻ വന്ന അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടുമല്ലോ ഭഗവാനെ. അച്ഛൻ പറയുള്ളത് ശ്രദ്ധിക്കണമെന്നേ. ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് കിട്ടി. കുഴപ്പമില്ല ഗൈസ്, നീറുന്നുണ്ട് വല്ലാണ്ട്. വേറെ സീനൊന്നുമില്ല. പേസ്റ്റാക്കി, വേറെ ഒന്നും ഇപ്പം കാണുന്നില്ല. മരുന്നുണ്ടായിരുന്നു, അതങ്ങ് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ നോക്കട്ടെ, ഇത് നല്ല രീതിക്ക് വലിയതായിട്ട് വരികയാണെങ്കിൽ
ഇതെൻ്റെ മരുന്ന് വാങ്ങാനല്ലേ, ചിലപ്പോൾ ഇന്ന് തുടങ്ങും കഴിയും. കുഴപ്പമില്ല, അതിലൊരു സീനുള്ളത്തെ പരിപാടിയല്ലേ ഗൈസ്. കുറച്ച് കുറുമ്പത്തരം കാണിച്ചു തരാം. ഒരെണ്ണം ഇത് കോനാലിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. രാവിലെ അടിച്ച് വാരിയ കോനായിയാണേ. അടുത്തത് ഇതാ, അടുത്തേത് ഈ ചവിട്ടിയൊക്കെ മര്യാദയ്ക്ക് എടുത്തിട്ടതാ, ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മേലത്തെ സ്റ്റാൻഡ് ഇവിടെ തട്ടുമ്പോൾ കിടന്നതാ, അതെടുത്ത് താഴെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അച്ഛൻ കാണുന്നതാണെങ്കിൽ തീർന്ന് കഥ. മൂന്നാമത്തതേ. ഇനി അടുത്തത് ഇത് ചന്ദനമൊക്കെ ഇതാക്കുന്നത് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് ഇവന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഗൈസ്. അടുത്തത് പ്ലാസ്റ്റിക്. വിറകിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. വിറകെടുത്ത് കട്ടിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കാം. ഞാൻ അടുക്കളയിൽ വെക്കുന്ന വിറകാണിതൊക്കെ. അടുക്കളയിൽ അടുപ്പിൻ്റെ താഴെയായിട്ട് നമ്മൾ വിറക് സെറ്റ് ചെയ്യുന്നതാണ്. അവിടത്തേക്ക് വെക്കുന്ന വിറക് ഇവനെ ഒരു പിറ്റേ ദിവസം നമ്മൾ അടുക്കളയിൽ കയറ്റിയാൽ ഒറ്റ വിറക് നമുക്ക് കിട്ടില്ല. ഒക്കെ ഞാൻ അങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ തിരിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് എടുത്തിട്ട് ഒളിപ്പിച്ച് വെക്കുക. ഇങ്ങനെ കഷ്ണം കഷ്ണാക്കിയിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇടുക. ഇത് നമ്മളെ ഐസ്ക്രീമിൻ്റെ കൂടെ നമുക്ക് കിട്ടില്ലേ ഒരു സ്റ്റിക്ക്, ആ ഒരു ഇതിൻ്റെതാണ് ഈ ചവച്ചിട്ടാണ്ട് കഷ്ണാക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് നമ്മളിതുവരെ കാണാത്ത, നമ്മൾ ചിലപ്പം കണ്ടിട്ടേ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ സാധനം ഇവിടെ ഉണ്ടാവുമോ എന്ന് തോന്നും. ഇവൻ അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുവരും. കേട്ടോ, വിറകൊക്കെ കൊണ്ടുപോയിട്ടത് ഇനിയും ഉണ്ട് ഗൈസ്. കുറേയൊക്കെ ഞാൻ പെറുക്കി വെച്ചതാ. ഇത് അച്ഛൻ ചന്ദനം കലക്കുന്ന സാധനം. ഇതിനകത്ത് ചന്ദനം ഉണ്ടേനും കുറേ, പകുതി അവൻ്റെ വയറ്റിലെത്തിക്ക്. ഇതെടുത്തിട്ട് അച്ഛൻ ആ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തട്ടിൻ്റെ മുകളിലായിട്ട് വെച്ചതാ. ഇവൻ അതിൻ്റെ മുകളിൽ കയറിയിട്ടെടുത്ത് ഇപ്പോഴും കണ്ടോ കളിക്കുന്നത്. പിന്നെ എവിടുന്നെങ്കിലും പോയിട്ട് ഈ റബ്ബർ ബാൻഡ് കൊണ്ടുവരും. എവിടുന്നായി കിട്ടുന്നതെന്ന് അറിയത്തില്ല, എവിടെയെങ്കിലും എടുത്ത് വെച്ചതായിരിക്കും നമ്മൾ. അത് എടുത്തു കൊണ്ടുവന്നിട്ടിടാ. ഒക്കെ ചെയ്യുന്ന ഒരു മോനാണിതെന്ന് ആരെങ്കിലും പറയുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ് എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ ചെയ്യൂന്ന്? പക്ഷേ റിയാലിറ്റി ഇതാണ്. ഒക്കെ ചെയ്തു കൂട്ടും എൻ്റെ പൊന്നാര. വരുന്നു ഷോമിയേ, കണ്ടാ ഈ ചന്ദന ഇനി ഒന്നിനും കൊള്ളൂല ഗൈസ്. ഷോമിയേ, ആന്നാ അമ്മ തായോ. വെറുതെയാണ് ഗൈസ്. ഇത് എവിടെയാണോ ഞാൻ കൊണ്ടുവെക്കുന്നത് അവിടെ പോയിട്ട് ഇതെടുത്ത് കൊണ്ടുവരും. ഇവൻ്റെ കയ്യിൽ തന്നെ കിട്ടും ഇത്. അച്ഛൻ്റെ അടുത്ത് ജനാലിൻ്റെ പൊക്കത്തെല്ലാം വെക്കുന്നത്. ഇവൻ അവിടെ പോയി അവിടെ നിന്ന് എടുത്തിട്ടത് വായു കൊണ്ട് എടുത്ത് താഴെ കൊണ്ടിടും. കണ്ടോ തപ്പി വരും. ഹലോ സാറിനോടാ. സാറേ ഇങ്ങോട്ട് നോക്കിക്കേ, എൻ്റെ സാറൊന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. സാറേ ഇതൊക്കെ ആരും ഇല്ല ഇവിടെ പണിയെടുക്കാൻ, ഇങ്ങനെ ഓരോ സാധനം വലിച്ചു വാരി കൊണ്ടുപോയിട്ടിട്ട്. കേട്ടോ സാറേ, ഒന്നിക്കിൽ സാറ് കല്യാണം കഴിച്ചിട്ട് ഒരാളെ കൊണ്ടുവരേണ്ടി വരും. സാർ ഇങ്ങനെ ഓരോ കുറുമ്പത്തരം കാണിച്ച് വെച്ചിട്ട് അതൊക്കെ എടുത്ത് വെക്കാനായിട്ട്. ഇപ്പം ഞാൻ എന്താക്കുക? സാറിനോടാ അല്ലേ, ഒന്നുകിൽ സാറ് തന്നെ എന്താക്കണോ? പോന്നു സാറ് തന്നെ എന്താക്കണോ? എടുത്തു കൊണ്ടു വെക്കണം. കളിച്ചിട്ട് എടുത്തിട്ട് അത് തിരിച്ചു കൊണ്ടു വെക്കണം. കേട്ടോ സാറിനോടാ. കണ്ടോ ഗൈസ്, പോസ് മാറി. സാർ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? ഇന്നെ കെട്ടിച്ചാൽ എനിക്ക് പ്രശ്നമായിരിക്കും. ഇനി കെട്ടിച്ചിട്ട് എൻ്റെ ഓളും ഇങ്ങനെയാണെങ്കിലോ? സാറിനോടാ. സാറിൻ്റെ ഓളും ഇങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെയും കഷ്ടപ്പെടണ്ടേ? ഓളെയും കൂടെ ഞാൻ നോക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഞാൻ കെട്ടിക്കുന്നില്ല ഷോമി. അതിൽ നല്ലത് എന്താ നല്ലത്? എൻ്റെ മോൻ തന്നെ എടുത്തുണ്ടാക്കണോ? ഈ പറയുന്നത് സാറിനോടാ. കേട്ടോ സാറേ. എവിടെ ഓനൊരാവിൻ്റെ ഉള്ളിൽ അങ്ങ് തീർത്താഞ്ഞിക്ക്. എനിക്ക് പണി തരാനുണ്ടായിട്ടുള്ള എൻ്റെ പൊന്നാരയാണ് ആര്? എൻ്റെ മോൻ.
എനിക്ക് പണി തരാനായിട്ടുണ്ടായ എൻ്റെ പൊന്നാര. അമ്പോ, എത്ര പ്രാവശ്യം ഉറങ്ങിയടാ ഇന്ന്? അത് എങ്ങനത്തെ പോസ്റ്റിലൊക്കെ നീ കിടന്ന് ഉറങ്ങുന്നത്? ബോധം കെട്ട് ഉറങ്ങുന്നുണ്ടല്ലോ, എന്നിട്ട് നിനക്ക് ആ വീടുന്നുണ്ട്. ഇന്നോടാ രാത്രി 12 മണിക്കൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് 6:30 എഴുന്നേക്കുന്ന ഞാൻ ഒരാവി പോലും ഇടുന്നില്ലല്ലോടാ. ഇവിടുന്ന് രാവിലെ ഇവിടെ എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞ് ഇഞ്ഞോടാ രാവിലെ ഇവിടെ എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്നരക്ക് നോക്കണ്ട, കിടന്നുറങ്ങിക്കൂടെ? രാവിലെ മുതൽ ഉറക്കാണ് ഗൈസ്, രാവിലെ മുതൽ ഉറക്കാണ്. തലങ്ങും വേലങ്ങും, കാലെടുത്ത് തലേൻ്റെ മുകളിൽ വെക്കുന്നു, തലയെടുത്ത് കാലിൻ്റെ മുകളിൽ വെക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് മരണ ഉറക്കായിരുന്നു ഗൈസ്, മരണ ഉറക്ക്. എന്നിട്ട് ഇപ്പം ആവി ഇടുന്നു. ഞാനിപ്പോൾ എന്തോരം കാര്യങ്ങൾ പറഞ്ഞ്. വല്ല ചൂടുണ്ടോടാ എനക്ക്? വല്ല ചൂടുണ്ടോ? വല്ല ചൂടുണ്ടോ അമ്മേൻ്റെ പൊന്നിന്? എന്തോ മണം പിടിക്കുന്നുണ്ട് ഗൈസ്. എടുത്ത് ഞാൻ ഇതിലൊന്ന് ലോക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ ചിലപ്പം ആള് വിട്ടോടും. അങ്ങയോടാണ് സർ, അങ്ങയോടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഷോമി ഇങ്ങോട്ട് നോക്കിക്കേ. സോറി, എനിക്കിപ്പോൾ ഒന്നിനും നേരെ ഇല്ല കേട്ടോ ഗൈസ്. കിടന്നു ഞങ്ങൾ കിടന്നു. ഹലോ ഓ കൈമേലൊന്നും കയറി പിടിച്ചേക്കണ്ട, ഡിസ്റ്റർബ് ആയിപ്പോയി. ഹലോ ആദാ പോയി, മൂട് മാറി. എങ്ങോട്ടല്ല കയറി ചവിട്ടുന്നേടാ? ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് അങ്ങോട്ട് വീഴുക, അങ്ങനെ ഓരോന്നുണ്ടാവും എൻ്റെ മേല്. കുളിച്ചതാണെന്ന് ആരെങ്കിലും പറയുമോ? നമ്മളിതൊന്നും ബാധിക്കുന്നില്ല എന്ന രീതിക്കാണ് ഉറക്ക്. സാറേ ഷോമി സാറേ ചിക്കനും കൂട്ടി ഇത്തിരി ചോറ് തരട്ടെ? ചിക്കനും കൂട്ടി ഇത്തിരി ചോറ് തരട്ടെ സാർ? ഉറങ്ങാണ് ഗൈസ്, ഉറങ്ങാണ്. ദാ ഒരു കൈ എൻ്റെ മേലുണ്ട്, മറ്റേ ഇവിടെ ഉണ്ട് എന്നെ ചവിട്ടിയിട്ടക്ക്. ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞതിന് കിടക്കുന്ന കിടപ്പ് കണ്ട ഗൈസ്, കണ്ടാ? എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞതാ, അതിനാണ് ഇങ്ങനെ കളിച്ചു കൂട്ടുന്നത്. മൊത്തത്തിൽ ഇപ്പം കറങ്ങി താഴെ കിടക്കുമോ? എൻ്റെ ഈ ബേക്ക് നിങ്ങൾ ഡ്രസ്സ് കാണുന്നുണ്ടാവും, അത് വേറൊന്നുമല്ല, മഴ പെട്ടെന്നായിരുന്നു വന്നത്. മൂടി പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒറ്റ പെയ്തായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടതാണ്. മതി ഗൈസ്, നല്ല മഴയൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ ക്ഷീണം പിടിച്ച് ആറിയിട്ടൊക്കെ എടുത്തിട്ട് ഓടാനും പിടിക്കാനൊക്കെ ആയിട്ട് വെള്ളമൊക്കെ പിടിച്ച് വെച്ച്, പിന്നെ ഷോമിനെ ലോക്കിട്ട്. മഴയാണെന്നുള്ള ചിന്തയൊന്നും ഓനുണ്ടാവില്ല, പുറത്തേക്ക് അങ്ങ് ഉലാത്താൻ ഇറങ്ങും. കുറേയൊക്കെ ഉലാത്തിയത്, അപ്പോൾ പിന്നെ ലോക്കം കിട്ടാണ്. അങ്ങനെ നമ്മുടെ അല്ലേ ഷോമി, ഞങ്ങളുടെ ഡേ ഇൻ അവർ ലൈഫ് ഇവിടെ തീരുകയാണ് ഗൈസ്. ഉടനെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അല്ലേ ഷോമി? കമൻറ്റ് ചെയ്യണ്ടേ? കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലേ? പറഞ്ഞു കൊടുക്ക് കുമാരേട്ടാ. അപ്പം ബൈ ഫ്രം തേജബായ് ഗൈസ്. അല്ല തേജബായ് അല്ല ഗൈസ്, ഷോമി. ബൈ ഫ്രം ഷോമി, അല്ലേ? ബൈ ഫ്രം ഷോമി ഗൈസ്.